ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന വയനാട്ടിലെ നെല്ലാർച്ചാലാണ്. ഇവിടെ നോക്ക്, ഒരുപാട് പക്ഷികളുണ്ട്. എല്ലാം പുല്ല് മേയാൻ വേണ്ടി ആൾക്കാർ ഇവിടുത്തെ ഹായ് ഹലോ സ്റ്റണ്ടായി നിൽക്കുകയാണല്ലോ കണ്ടിട്ട്. എന്തൊരു ഭംഗിയാട്ടോ. അതേ ഓടി മുന്തിരി അല്ലേ, മുന്തിരി തൂങ്ങി കിടക്കുന്ന പോലെ ഇവിടെ. ഇതേ ഇവിടെ ഒരു കൊട്ട തോണി ആ കുന്നിൽ ഈ കുന്നിലേക്ക് വന്നു. ഇപ്പൊ കുറെ ദൂരം ഇപ്പൊ നടന്നതാണ് ഈ പക്ഷികള്. വയനാട് ജില്ലയിലെ അമ്പലവയൽ ടൗണിൽ നിന്നും 6.5 കിലോമീറ്ററാണ് കാഴ്ചകൾ കൊണ്ട് വിരുന്നൊരുക്കുന്ന നെല്ലാർച്ചാല് വ്യൂ പോയിന്റിലേക്കുള്ളത്. വയനാട്ടിൽ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അതിൻ്റേതായ രാവിലെ നല്ല തണുപ്പുണ്ട്. രാവിലെ ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങി, ഞാനും എൻ്റെ ഫ്രണ്ട് അപ്പു ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു 6:30 മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് വ്യൂ പോയിന്റിലേക്കുള്ള റോഡ് വരുന്നത്. ചെറിയൊരു പോക്കറ്റ് റോഡാണ്. ടാറിട്ടെങ്കിലും പൊട്ടിപ്പൊളിന് മണ്ണൊക്കെ കൂടിയുള്ളൊരു ചെറിയ റോഡാണ്. അങ്ങനെ നമ്മൾ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ബൈക്ക് അവിടെ വെച്ച് നമ്മൾ ആ ഒരു സൈഡിലേക്ക് അങ്ങോട്ടേക്കാണ് നടക്കാൻ പോകുന്നത്. അവിടെയാണ് കുറച്ചുകൂടി രസകരമായ കാഴ്ചകൾ. സാധാരണ ആൾക്കാർ ഇവിടെയാണ് ഇരിക്കാറ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് പോയി നോക്കണം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഇവിടുത്തെ ഏട്ടന്മാർ രാവിലെ പശുവിനെ മേയം കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെയുള്ള പശുക്കൾ നാടൻ പശുക്കളാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ്. അതിൻ്റെ അടുത്തുള്ള മൊട്ടക്കുന്നാണിത്. അതാണ് ഈ നെല്ലാർച്ചാലിൻ്റെ ഭംഗി. ഈ മൊട്ടക്കുന്നും ഇവിടുത്തെ തടാകവും ആ റിസർവോയറും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ഒരുപാട് പക്ഷികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാം നല്ല വിശാലമായി പുല്ലും തിന്നുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഹൈപൂത്ത് ഇന്നത്തെ കഴുത്തു തല കൊണ്ടെന്തൊക്കെയാ ആകുന്നത്. സെല്യൂട്ട് ചെയ്ത കേട്ടോ. പോത്ത് ഞങ്ങൾ സെല്യൂട്ട് ചെയ്താണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. ചെറിയൊരു ഇതുണ്ടല്ലേ, നല്ല കാറ്റല്ലേ. കാറ്റുണ്ട്. ഹായ് ഹലോ സ്റ്റണ്ടായി നിൽക്കുകയാണല്ലോ കണ്ടിട്ട്. എന്തൊരു ഭംഗിയാട്ടോ. അതേ ഓടി ഒന്ന് അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ഓടി. ഇല്ലടാ, നെല്ലാർച്ചാല് മിസ്സാക്കണ്ട. കാരണം എന്താ, ഈ വ്യൂ അത് തന്നെ. ഇതിലും വലിയ കാരണം വേറെ എന്താ വേണ്ടേ? അത് കൊള്ളാം അല്ലേ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകുന്നു. എവിടുന്ന് അത് കണ്ടോ, ആ ഏരിയ കണ്ടോ. ഇവിടെ കുറെ നടക്കാനുണ്ടല്ലേ ഈ മുട്ടക്കുന്നില്. വൈകുന്നേരം ഒന്നുകൂടി നൈസായിരിക്കും കേട്ടോ. ഇതിപ്പോ രാവിലെ ഈ കാർമേഘം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലൊരു വിഷ്വൽ കിട്ടാതെ. എന്നാലും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പൊ നമ്മൾ ആ അടുത്ത ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു മുട്ടക്കുന്നുണ്ട്. വിശാലമായ സ്ഥലമായതുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് സ്ഥലത്തേക്ക് നടന്നു പോകാൻ പറ്റും. അധികം ആള് ഇവിടെ രാവിലെ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു അല്ലേ? ആരും ഇല്ലായിരുന്നു. ആകെ പശുവിനെ കെട്ടാൻ വന്ന് ഇവിടുത്തെ ഏട്ടന്മാർ, ഇവിടെ താമസിക്കുന്ന ഏട്ടന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കരുതി കുറേ പേര് വേറെ ഉണ്ടാവുമെന്ന്. വൈകുന്നേരമായിരിക്കും ആൾക്കാർ കൂടുതലും വരിക. അതെ, വൈകുന്നേരമായിരിക്കും ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ വൈകുന്നേരം ഒരുപാട് പേരുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ, കാറ്റൊക്കെ കൊണ്ട് നൈസായി ഇരിക്കാൻ പറ്റിയ പ്ലേസ് ആട്ടോ വൈകുന്നേരമൊക്കെ. രാവിലെ ആരും കണ്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ അടുത്തൊരു മൊട്ടക്കുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കുറേ നേരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു. ഇപ്പം തന്നെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മൊട്ടക്കുന്നിലേക്ക് പോകണം. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. അവിടെ കുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് വേറെ അടിപൊളിയാട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഓരോ സൈഡ് എത്തുമ്പോഴും ഓരോ ഭംഗിയാണ്. നെല്ലാർച്ചാലിക്ക് നിങ്ങൾ വരുമ്പോൾ മൊട്ടക്കുന്ന് മൊത്തത്തിൽ കണ്ട് നടക്കണം. എന്നാലേ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എൻട്രൻസിൽ മാത്രം പോയിരുന്ന ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തെ മുക്കും മൂലയും പരമാവധി എക്സ്പ്ലോർ ചെയ്യണം അല്ലേ. ഇതേ ഒരു കൊക്ക് പോകുന്നു.
സൂം ചെയ്ത് നോക്കാം. ഓ സൂമിങ് അടിപൊളിയാണ് നമുക്ക്. കൊള്ളാം. എടാ അത് എത്രയായിരുന്നു മറ്റേ 20x ഉണ്ടോ? അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. നമ്മളിപ്പോൾ അവിടെയാണ് ഉണ്ടായിരുന്നത്, ആ ഒരു ഡിസ്റ്റൻസിൽ കണ്ടില്ല, അവിടെയാണ് ആ പശുക്കളും മെയിൻ കണ്ടില്ല, അവിടെയാണ് നമ്മളുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ദൂരം നടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് ഇനി നമ്മൾ തിരിച്ചു നടക്കണം കുറേ ദൂരം. ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ എത്തിയ ഒരു ലൊക്കേഷൻ്റെ ഒരു ഫീലാണ് ഇവിടെ നെല്ലാർച്ചാൽ നമുക്ക് ഉള്ളത്. ഒരുപാട് സ്പോട്ട് ഉണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ അമ്പലവയലിൽ നിന്ന് 6.6 കിലോമീറ്റർ, ഏകദേശം 6.5 കിലോമീറ്ററാണ് അമ്പലവയൽ എന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് നെല്ലാർച്ചാലിലേക്ക്. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ അടുത്ത് തന്നെയാണ് എടക്കൽ കേവ് അല്ലേ, അമ്പലവയൽ. അമ്പലവയലിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ എടക്കൽ കേവും ഈ നെല്ലാർച്ചാലൊക്കെ വരുന്നത്. അപ്പം അമ്പലവയൽ വന്നാൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫാൻറ്റം റോക്ക് ഉണ്ടോ? പശുക്കളവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ടോ. ഇപ്പം ആ കുന്നിന്നാണ് ഇത് ഇങ്ങോട്ട് നടന്നു വന്നിരിക്കുന്നത്. അപ്പുറത്ത് നമ്മൾ ആദ്യം നിന്നൊരു കുന്നുണ്ടായിരുന്നല്ലോ, ആ കുന്നിൽ നിന്ന് ഈ കുന്നിലേക്ക് വന്നു. അപ്പോൾ കുറേ ദൂരം ഇപ്പം നടന്നതാണ് ഈ പശുക്കൾ. അമ്മേ കുഴപ്പമില്ല, ചെറുതായൊന്നും വീണെന്നുള്ളൂ, വേറെ പ്രശ്നമില്ല. ഇല്ല. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കുക, ചിലപ്പോൾ പുല്ലിലിങ്ങനെ വെള്ളം ഉണ്ടാവും, അപ്പോൾ ഇങ്ങനെ വീഴും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പുല്ലിലായതുകൊണ്ട് ഭാഗ്യം. കാരണം സ്ലിപ്പായതാണ്, ഞാൻ ചെരുപ്പാണ് ഇട്ടത്. അപ്പോൾ ചെരുപ്പിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അങ്ങനെ സ്ലിപ്പായി പോയതാണ്. അയ്യോ കണ്ടില്ലേ. ഓ ഭാഗ്യം ഇടിച്ച് വീഴാത്തത്. കാലൊന്നും പറ്റാത്ത ഭാഗ്യം. അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കണോ? പോയി നോക്കണോ? എന്താ സൗണ്ട് കേട്ടതല്ലേ? നന്നായി തെന്നുന്നുണ്ട് ചെരുപ്പിട്ടിങ്ങനെ വന്നാൽ വീഴാനുള്ള ചാൻസ് അതിഗംഭീരമായുണ്ട്. വീണ അനുഭവത്തിൽ നിന്ന് വീണ ഒരാൾ പറയുകയാണ്. ഇവിടെ രാവിലെ ടൂറിസ്റ്റ് ആരും ഇങ്ങനെ കാണാനായിട്ട് ആരും വരുന്നില്ല അല്ലേ? വൈകുന്നേരമാണ് കുറച്ചുകൂടി ഭംഗി, അതുകൊണ്ടായിരിക്കണം ആൾക്കാർ വൈകുന്നേരം വരുന്നത്. രാവിലെ വന്നാൽ വേറൊരു മനുഷ്യനുണ്ടാവില്ല, നമ്മളും പശുക്കളും മാത്രമായിരിക്കും, ഒറ്റ മനുഷ്യനില്ല. അപ്പോൾ ആൾക്കാരൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്ക് രാവിലെ വന്ന് ഇന്റർസെപ്റ്ററുകാർക്ക് രാവിലെ വരും. അതെ അല്ലല്ലോ, അടിച്ചു കയറി വാന്ന് പറഞ്ഞല്ല, സൂര്യ നീ അടിച്ചു കയറി വാ. എന്താ സൗണ്ട്? പശുക്കളെ പിടിക്കുന്നതാ. ഇപ്പം നമ്മൾ ഈ ലേക്കിൻ്റെ അടുത്താണ്, തൊട്ടടുത്താണുള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങാനും പാടില്ല, പിന്നെ എന്താണ് ഇവിടെ ഒന്നും വൃത്തികേടാക്കാനും പാടില്ല അല്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇപ്പം അധികം വൃത്തികേടൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുന്ദരമായി തന്നെ സ്ഥലങ്ങളെ ഇവിടെ ചതിപ്പാണ്, അങ്ങോട്ടേക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ നമ്മൾ മുങ്ങിപ്പോകൂലേ. അതെ, നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇതെന്താ താമരയല്ലേ? ഒരു എഡ്ജിലെത്തും. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്, കണ്ടോ? ഇവിടെയൊക്കെ ചതുപ്പാണ്, ഇങ്ങോട്ടേക്കൊന്നും വന്നാൽ ഇറങ്ങാൻ നിൽക്കരുത്, ഡേഞ്ചറാണ്. ചേട്ടൻ കാണാം, ദേ ഇവിടെ ഒരു കൊട്ടത്തോണി. ഓ ഇത് സംഭവം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതില് ആ ഒരു 2 പേർക്കൊക്കെ സുഖമായിരിക്കാം അല്ലേ? സിമ്പിൾ ആയിട്ടിരിക്കും. എടാ വാ, ചേട്ടൻ കരക്കെടുക്കാറായി, അങ്ങോട്ട് പോകും. ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം. പറ്റില്ല. അവിടെ കൂടുകളിലാണ് മത്സ്യകൃഷി നടത്തുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ച് മനസ്സിലായി അവിടെ മീനുകൾ ഇപ്പോൾ അധികം ഇല്ല, അതായത് കുഞ്ഞുങ്ങൾ മാത്രമാണ്. 2-3 മാസത്തിന് ശേഷമേ അത് മീനുകളൊക്കെ വലുതാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പെർമിഷനൊക്കെ ചോദിച്ചിരുന്നു. അവിടുത്തെ സൊസൈറ്റിക്കാരോട് സംസാരിച്ചു, പിന്നെ ഫിഷറീസിൻ്റെ ആൾക്കാരോട് സംസാരിച്ചിരുന്നു. പക്ഷേ അവർ സമ്മതിച്ചില്ല, കാരണം മീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. അവർ പറഞ്ഞത് 1-2 മാസത്തിന് ശേഷം എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകാൻ, നമുക്ക് അപ്പം കാഴ്ചകളൊക്കെ എന്തായാലും കാണാം. പിന്നെ ഇവിടെ ചെറിയ അപകടമുണ്ട്. മുമ്പ് ഒരിക്കലും ഇവിടുന്ന് കൊട്ടത്തോണിയിൽ നിന്ന് ആൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം പെർമിഷൻ മേടിച്ച് അങ്ങോട്ടേക്ക് കാഴ്ചകൾ കാണാൻ പോവാം.
പുള്ളി ഒരു ഏട്ടൻ അവിടെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. തീറ്റിട്ട് കൊടുക്കാൻ തോന്നുന്നു. തീറ്റ ഇട്ട് കൊടുക്കുന്നില്ലേ? ഇവിടെ ഒരു വലിയൊരു കയറ് കിട്ടിയിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ? ചങ്ങാടം പിടിച്ചു വരാനുള്ള സാധനമായിരിക്കും. പിടിച്ചു വരാനുള്ള സാധനമായിരിക്കും ഈ കയറ്. നമുക്ക് അങ്ങോട്ടേക്ക് നല്ല വെയിറ്റ് ഉണ്ട് കയറിന്. വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഇവിടുത്തെ കുന്ന് കയറി മേലേക്ക് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. മടുത്തോ? മടുത്തെന്ന് ചോദിച്ചാൽ ചെറുതായി മടുത്തു. കാരണം ഇപ്പോൾ ഒരു എത്ര കിലോമീറ്റർ നടന്നാണ് ഇവിടെ? അത്യാവശ്യം 3 കിലോമീറ്റർ നടന്നു വേണം അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയും? 3 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും ഏകദേശം. കാരണം നമ്മൾ കുറേ ചുറ്റിയിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ടോ മുളയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പ്ലീസ് വേസ്റ്റ് ഓൺലി എന്നുള്ള ഒരു സംഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേസ്റ്റ് ഇവിടെ മാത്രം, വേസ്റ്റ് മാത്രമേ ഇടാൻ വേണ്ടി. പക്ഷെ ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട്. ആൾക്കാർക്ക് ഉത്തരവാദിത്തമില്ല. എന്താ ചെയ്യുക? കാലിൽ നല്ല ചെളിയായിട്ടുണ്ട് കുറേ നടന്നുകൊണ്ട് അല്ലേ? നല്ല രീതിയിൽ കുടുംബശ്രീ ജന്മ സംരംഭം. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാ അല്ലേ? യെസ്. പക്ഷെ ആൾക്കാരുടെ വീട് അങ്ങോട്ട് ഉണ്ടാവൂലേ? കാണുമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതല്ലടാ? ഇത് തന്നെയാണെന്ന് ഞങ്ങളെ ഒരു വിശ്വാസം. ഇവന്റെ സൗണ്ടാണ് നമ്മൾ കേട്ടെ. എന്നോട് ചോദിക്കണോ അവിടെ എന്തെങ്കിലും കൊണ്ടൊന്ന് കാണാൻ? ഈ വഴി കുറച്ചങ്ങ് പോയപ്പോൾ പിന്നെ വഴി അവിടെ അടച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. സോ ബൈക്ക് അവിടെ വെച്ച് ഞങ്ങളൊരു ഇവിടെ ഒരു വീട്ടിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കറുപ്പൻ ചേട്ടൻ്റെ വീട്. വേണ്ട വെള്ളം മതി. അവിടെ നല്ല വെള്ള ആ കുഴിയിൽ. അപ്പൊ എല്ലാരും ഈ പ്രദേശത്ത് അപ്പൊ ഓരോ വീട്ടുകാർക്ക് ഓരോ ഈ ഒരു സംഭവം ഉണ്ട്, കുഴി. ഇതാണ് കറുപ്പൻ ചേട്ടൻ. കറുപ്പൻ ചേട്ടൻ പിന്നെ ശങ്കരൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരെ നമ്മളോട് പരിചയപ്പെട്ടു. എല്ലാവരും നമ്മളോട് വളരെയധികം സൗഹൃദപരമായാണ് സംസാരിച്ചത്. ആണോ? കാണുമ്പോൾ അതെ, ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങോട്ട് നടന്നു പോകാൻ എളുപ്പ തോന്നും. അങ്ങനെയല്ല, പിന്നെ കൊള്ളാം, അടിപൊളി എന്നൊക്കെ പറയാം. കാട് കഴിഞ്ഞു മേടെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ കറുപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ആ വീടിൻ്റെ നേരെ മേലോട്ട് കയറിയതാണ്. അങ്ങനെ ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെയൊക്കെ വീടുകളുണ്ട്. നമ്മളെ ബൈക്ക് അത് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. എന്താ കറുപ്പൻ ചേട്ടൻ്റെ വീട് അവിടെ. ഇതാണ് കറുപ്പൻ ചേട്ടൻ പറഞ്ഞ ഇവിടെ ഉള്ളവർ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന കുഴി. ആ കുഴി കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാവും? ഫുൾ ടൈം ഉണ്ടാവും? നല്ല വെള്ളം? ഇതിന് ആഴുണ്ടോ? അതെയോ? ഒരാൾ താഴ്ചയുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ഒരു വീട്ടുകാർക്ക് അല്ല 3 വീട്ടുകാർക്ക് ഒരു കുഴി, അങ്ങനെ എന്തോ അല്ലേ? ഇവിടുത്തെ ആൾക്കാർക്ക് സർക്കാർ വീടൊക്കെ നൽകിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പട്ടയം നൽകി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് സഞ്ചരിക്കുന്ന നല്ല വഴിയൊന്നുമില്ല. ഇപ്പോഴും ഈ മണ്ണിട്ട വഴിയാണ്. മഴക്കാലത്തൊക്കെ നിങ്ങളൊന്ന് അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും, നല്ല മോശമായിരിക്കും. പിന്നെ വെള്ളത്തിന് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം ഒരു കുഴിയിൽ നിന്നാണ് എടുക്കുന്നത്. നിങ്ങൾ കണ്ടതല്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയിടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് ഈ നെല്ലാർച്ചാൻ്റെ അടുത്ത് തന്നെ അല്ലേ? നമ്മൾ ഈ വഴി റോഡ് സൈഡ് തന്നെയാണ് വരുന്നത്. അതാണ്ടോ അടിപൊളി. കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറണം. ഇവിടെ വിശാലമായ കൃഷിയാണ്. ഇതിനെത്ര കിലോയ്ക്ക് 40-50 രൂപയില്ലടാ? കറക്റ്റ് എത്ര അറിയില്ല. ഇവിടെ വന്ന് ഇങ്ങനത്തെ കാഴ്ചയും കാണാൻ കഴിയും. നമ്മൾ മുന്തിരി ഇല്ലേ, മുന്തിരി തൂങ്ങി കിടക്കുന്ന പോലെ ഇവിടെ. പക്ഷെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കൃഷി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനും ആദ്യമായിട്ട് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഈ കൃഷിത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അവിടെ നിന്ന് ഏട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ പെർമിഷൻ മേടിച്ചിട്ട് അവിടെ ഉള്ളിൽ കയറി, അല്ലാതെ ഒന്നും കയറിയതല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. പാഷൻ ഫ്രൂട്ട് മാത്രമല്ല, ചേമ്പ് അല്ലേ? ചേമ്പും ഉണ്ട് ഇവിടെ കൃഷി. ചേമ്പ്, വഴുതന കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഒരു കൃഷിയല്ല, പല കൃഷി. മുളക് മുളകുണ്ട്. മുളക് എവിടെ? മുളകുണ്ട് ഇടയിൽ. അപ്പോൾ ഒരു കൂട്ടുകൃഷിയാണ് സംഭവം ഇവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഇടക്കൃഷി. ഇടക്കൃഷി. ഇടക്കൃഷിയും കൂട്ടുകൃഷി ഒന്നാണല്ലേ? ഒന്നാണോ? അറിയില്ല കേട്ടോ, ആയിരിക്കും. ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. നല്ല വിശാലമായ കൃഷിയിടാണ്. നമ്മളിവിടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നെല്ലാർച്ചാലിലെ കാഴ്ചകൾ തീരുന്നില്ല, ഇനിയും ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായി കാണാം.